മുന്നണിയിലെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മുഖ്യമന്ത്രി എഡിജിപി അജിത് കുമാറിന് ഇപ്പോഴും സംരക്ഷണം ഒരുക്കുന്നു എന്നുള്ളതാണ്. സംരക്ഷണം ഒരുക്കുന്നതിൽ ഘടകകക്ഷികൾക്കിടയിൽ എതിർപ്പ് ശക്തമാണ്. അജിത് കുമാറിനെ മാറ്റാത്തതിൽ വലിയ ധാർമ്മിക പ്രശ്നമുണ്ടെന്നാണ് സിപിഐ അടക്കമുള്ള പാർട്ടികളുടെ നിലപാട്. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ എന്തിനെ കാക്കണം എന്നാണ് ചോദ്യം ഉയർന്നത്. വിനോദ്, ധാർമ്മിക പ്രശ്നമുണ്ട് എന്ന് സിപിഐ പറയുന്നു. ഘടകകക്ഷികൾക്കിടയിൽ ശക്തമായ എതിർപ്പുണ്ട്. എങ്ങനെ ഇനി മുന്നോട്ട് പോകാനാണ് ധാരണ? അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു പ്രത്യേക താല്പര്യം എടുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പാർട്ടി സെക്രട്ടറിയുടെയും അതോടൊപ്പം തന്നെ മുന്നണി കൺവീനറുടെയും വാക്കുകൾ പരിശോധിക്കുമ്പോൾ അജിത് കുമാറിന്റെ കാര്യങ്ങൾ പരിശോധിക്കണം, അല്ലെങ്കിൽ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടില്ല. മുഖ്യമന്ത്രിയാകട്ടെ ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. സിപിഐ നേരത്തെ തന്നെ ഈ നിലപാട് വ്യക്തമാക്കിയതാണ്. ബിനോയ് വിശ്വവും VS സുനിൽകുമാറും അടക്കമുള്ള നേതാക്കൾ അജിത് കുമാറിന്റെ ഇടപെടലുകളെ കുറിച്ച് അന്വേഷിക്കണമെന്നും തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് എഡിജിപിയുടെ പങ്കില് അതിലെ ദുരൂഹത സംശയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. PV അൻവർ ആകട്ടെ തുറന്ന പോരാട്ടമാണ് നടത്തുന്നത്. അജിത് കുമാർ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്ന കാര്യമാണ് പറയുന്നത്. കൊലപാതകം നടത്തി അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെടുന്നു, സ്വർണം പിടികൂടുമ്പോൾ അതിന്റെ പങ്ക് പറ്റുന്നു, ആഡംബര വീട് വെക്കുന്നു, ഇതിന്റെ സാമ്പത്തിക സ്രോതസ് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നേരത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞിരുന്നതാണ്. അതിന് പിന്നാലെയാണ് രണ്ട് RSS നേതാക്കളെ ദത്താത്രേയെയും അതോടൊപ്പം തന്നെ റാം മാധവിനെയും അടുത്തടുത്ത ദിവസങ്ങളിൽ കണ്ടത്. ഈ കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നതിൽ പോലും ഇതുവരെ വ്യക്തമായ ഒരു മറുപടി പറയാൻ സർക്കാരിനോ അജിത് കുമാറിനോ കഴിഞ്ഞിട്ടില്ല. സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോഴും എന്തിനൊരു ADGP ഇത്തരത്തിൽ RSS നേതാക്കളെ കണ്ടു? അത് സർക്കാർ ഉത്തരവാദിത്തപ്പെടുത്തിയതല്ല, അല്ലെങ്കിൽ സ്വന്തം ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ആയിരുന്നെങ്കിൽ പോലും അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ്, അധികാരത്തിന്റെ ദുർവിനിയോഗമാണ്. ആ തരത്തിൽ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന കാര്യമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. എന്നാൽ അജിത് കുമാർ ആകട്ടെ അവധിയിൽ പോകാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ആ അവധി ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അവധിയിൽ പോയാൽ വീണ്ടും ഈ സ്ഥാനത്തേക്ക് തിരികെ എത്താൻ കഴിയില്ല എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട് എന്ന വിവരമാണ് പുറത്തു വന്നത്. ഏതായിരുന്നാലും ഇതുവരെയും അജിത് കുമാർ സുരക്ഷിതനാണ്. വിനോദ്, ഇതിപ്പോൾ ഇന്നലെ മുന്നണി യോഗം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ്. എന്തായാലും വലിയ സമ്മർദ്ദം മുഖ്യമന്ത്രിക്ക് മേലുണ്ട്. അജിത് കുമാറിനെ സംരക്ഷിച്ച് ഇനി അധികം പോകാൻ കഴിയില്ല. എന്നിരുന്നാലും അദ്ദേഹം ഈ CPI അടക്കം ഉന്നയിക്കുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞേ മതിയാകൂ എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പുതുതായി ഒന്നും കൂട്ടിച്ചേർത്ത് യോഗത്തിൽ കണ്ടില്ല എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ നിലപാട് തന്നെ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നടപടിയെടുക്കാം, ആ ഒരു നിലപാട് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ തള്ളിക്കളയുകയായിരുന്നോ മുഖ്യമന്ത്രി ഇന്നലെ യോഗത്തിൽ? അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന ഒരു നിലപാടിൽ തന്നെയാണ്. കാരണം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നു. DGP ആണ് ഈ അന്വേഷണം നടത്തുന്നത്. പക്ഷേ അവിടെ ഉയർന്നു വരുന്ന ഒരു വിഷയം PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേലാണ് അന്വേഷണം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അന്വേഷണമില്ല. നേരത്തെ TP സെൻകുമാറിന്റെ കാര്യത്തിലൊക്കെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ച ആളാണ് മുഖ്യമന്ത്രി. RSS ബന്ധത്തിന്റെ പേരിൽ TP സെൻകുമാറിനെയൊക്കെ വലിയ തോതിൽ വിമർശിച്ച ആളാണ്. പക്ഷേ സ്വന്തം ADGP, ലോ ആൻഡ് ഓർഡർ ADGP, ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അവിടെ മൗനം പാലിക്കേണ്ടി വരുന്നു എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊരു ഇരട്ടത്താപ്പാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ADGPക്കൊപ്പം റാം മാധവനെ തിരുവനന്തപുരത്ത് കണ്ടപ്പോൾ മറ്റു ചിലർ കൂടി ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ളവരാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം MA ബേബി പ്രതികരിച്ചത് പോലും ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച് ഷംസീർ ഈ കൂടിക്കാഴ്ച ന്യായീകരിക്കുന്ന നിലയിൽ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ RSS പ്രധാനപ്പെട്ട സംഘടനയാണ് എന്നൊരു പരാമർശമാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ ഒരു ഭാഗം മാത്രം ആയിരിക്കും മാധ്യമങ്ങൾ എടുത്തത് എന്ന് MA ബേബി പറയുകയും ഈ കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് പറയുകയും ചെയ്തിരുന്നു. MV ഗോവിന്ദനും CPIയുടെ ലൈനിനോട് ചേർന്ന ചില പരാമർശങ്ങളാണ് നടത്തിയത്. ഇത്തരം കാര്യത്തിൽ CPM-നും തൃപ്തിയില്ല. അതൃപ്തി CPI അറിയിച്ചല്ലോ എന്ന ചോദ്യത്തിന് ഈ കാര്യത്തിൽ CPM-ന് തൃപ്തി ഉണ്ടെന്നാണോ നിങ്ങൾ കരുതുന്നതെന്ന ചോദ്യമാണ് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഏതായിരുന്നാലും ഇതുവരെ MR അജിത് കുമാർ സുരക്ഷിതനാണ്. തീർച്ചയായും VV വിനോദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും